ഹായ് നമസ്കാരം. ഞാൻ ഉദയൻ കലാനികേതൻ. എന്നും വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാനികേതൻ്റെ യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത് 50 വർഷത്തെ കലാസപര്യ. ഒട്ടേറെ ആൽബങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഒരുപാട് ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത ഒരു അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, ശ്രീ വേലായുധൻ ഇടച്ചേരിയിൽ. നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം. സ്വാഗതം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം. ആദ്യമേ വലിയ സന്തോഷം, ഒരു പ്രതിഭയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനൊരു ഭാഗ്യം ലഭിച്ചതിൽ ഒരുപാട് സ്നേഹം. സാർ, ഒരു 50 വർഷത്തെ കലാസപര്യ. ഈ ഒരു കാലയളവിൽ ഒട്ടേറെ ആൽബങ്ങൾ, ഒട്ടേറെ സംഗീതത്തിനുവേണ്ടി ഒട്ടേറെ സംഭാവനകൾ സാറിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂ ബ്രദേഴ്സ് എന്ന സംഗീത ക്ലബിൽ നിന്നും സാറിൻ്റെ തുടക്കം. വേലായുധൻ ഇടച്ചേരി എന്ന വ്യക്തിയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ണൂർ ജില്ലയിൽ പള്ളിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചത്. അവിടെ ജനകീയ ക്ലബ്ബായ പള്ളിപ്പുറം ന്യൂ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബുണ്ടായിരുന്നു. ആ ക്ലബ്ബിലൂടെയാണ് എൻ്റെ യാത്ര ഞാൻ തുടങ്ങുന്നത്, വളരെ കുട്ടിക്കാലം മുതലേ. അപ്പോൾ അവിടെ സംഗീത പഠനമുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെറുതായി എനിക്ക് അങ്ങനെ മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അധ്യാപകൻ പഠിപ്പിക്കുന്നത് കേട്ട് പഠിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പാടൂ എന്ന് അവിടെ സംഗീത ക്ലാസ് എടുക്കുന്ന പ്രശസ്ത സംഗീത വിദ്വാൻ കന്മനത്തി രാഘവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A.T. ഉമറിൻ്റെയും എല്ലാം ഗുരുനാഥനാണ്. അപ്പോൾ ആ സാറ് വന്നിട്ട് ക്ലാസ്സിൽ എൻ്റെ ആ പഠിക്കാനുള്ള ആ വ്യഗ്രത കൊണ്ട് സാറ് പ്രായമുണ്ട് അന്ന് ഏകദേശം ഒരു 14 വയസ്സ് 15 വയസ്സ് പ്രായമേ ഉള്ളൂ. അങ്ങനെ സാർ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും സാറിനെ തിരക്ക് കാരണം പിന്നെ ആ പഠനങ്ങൾ നിന്നപ്പോൾ സാറിൻ്റെ ശിഷ്യനായ ബാലൻ വൈദ്യർ എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ടായിരുന്നു. അങ്ങനെ ബാലൻ സാറിൻ്റെ കീഴിലാണ് ഞാൻ പിന്നെ തുടർന്ന് എൻ്റെ സംഗീത പഠനം ആരംഭിച്ചു. ആരംഭിച്ച സമയത്താണ് പള്ളിപ്പുറം ന്യൂ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് എല്ലാ വർഷവും ഓരോ നാടകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ദുഃഖസാമ്രാജ്യം, മരടി രഘുനാഥൻ്റെ ദുഃഖസാമ്രാജ്യം എന്ന് പറയുന്ന ഒരു നാടകം ഇങ്ങനെ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് അതിൽ 2-3 പാട്ടുകൾ ഉണ്ടായിരുന്നു. ഓൾറെഡി ആ പാട്ട് മറ്റൊരു ആൾക്ക് സംഗീതം ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കുകയും ഞാൻ അതേ പാട്ടുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ സംവിധാനം അവിടെയാണ് തുടക്കം. അതെ. അപ്പോൾ അതേ പാട്ടുകൾ ഞാൻ പാരലായിട്ട് വേറെ എൻ്റെ സ്വയം കൃതാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു. അത് എൻ്റെ സുഹൃത്തുക്കൾ കേട്ടപ്പോൾ അവർ ആ നാടക സംവിധായകനോട് പറഞ്ഞു, സുഭാഷ് മാഷ് എന്ന് പറയുന്ന ആളാണ് സംവിധായകൻ, പ്രശസ്തനായ സംവിധായകനാണ്. അപ്പോൾ സുഭാഷ് മാഷോട് പറഞ്ഞു, ഇങ്ങനെ ഇതേ പാട്ടുകൾ നമ്മുടെ വേലായുധൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ സാറൊന്ന് കേട്ട് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് അത്ര ഇൻട്രസ്റ്റ് കൊടുത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആൾക്കാർക്ക് അത് കൊടുക്കാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തതാണ്. പക്ഷേ അത് അവർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാട്ട് അവർ കേൾക്കുകയും ആ പാട്ട് ഇഷ്ടപ്പെടുകയും പിന്നീട് ആ നാടകത്തിൽ ഈ പാട്ട് ഉൾപ്പെടുത്തുകയാണ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് രാഗം എന്തെന്നാണ്, താളം എന്തെന്നാണ് ഒന്നും അറിയാതെയാണ് ഞാൻ ആ പാട്ട് ചെയ്യുന്നത്. ആ പാട്ടാണ് സന്ധ്യ സിന്ദൂരം ചാർത്തുമ്പോ സാഗരം സന്തോഷം കൊള്ളുമ്പോ സംഗീതമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഞാനത് ആദ്യമായിട്ട് ചെയ്തത്. അതുപോലെ തന്നെ മഴവില്ലേ മഴവില്ലേ എന്ന് തുടങ്ങുന്നൊരു ഗാനം, അങ്ങനെ ആ 2 ഗാനവും അവർ ഏകാണ്ഡമായിട്ട് ആ നാടകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ നാടകം 2-3 സ്റ്റേജ് കളിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ആ സമയത്ത് ഞാൻ ITIയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഏകദേശം 1977 കാലഘട്ടത്തിലാണത്. അങ്ങനെ പിന്നെ 1-2 നൃത്തനാടകത്തിൽ പിന്നണി പാടാൻ പോയി. ആ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കെൽട്രോണിൽ ജോലി കിട്ടുന്നത്. അങ്ങനെ എൻ്റെ ജീവിതം തിരുവനന്തപുരത്തേക്ക് വന്നു. ഏകദേശം അതോടുകൂടി എൻ്റെ കലാജീവിതം ഏകദേശം അവിടെ എങ്ങനെ അവസാനിച്ചു ഞാൻ വിചാരിച്ചു. പക്ഷേ അത് പിന്നെ അങ്ങനെ തുടർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ കെൽട്രോളിലൊരു നവരാത്രിയോടനുബന്ധിച്ച് പൂജവെപ്പിനോടനുബന്ധിച്ച് അവിടെ ഒരു ഭജന അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി തൊഴിലാളികൾ കൂടി പാടുന്നൊരു അവസരം ഉണ്ടായിരുന്നു.
അപ്പോൾ അന്ന് അവർക്ക് ഹാർമോണിയം വരാമെന്ന് പറഞ്ഞാൽ വന്നില്ല. അപ്പോൾ ഞാൻ പകരക്കാരനായിട്ട് ഹാർമോണിയം വായിച്ചു. ഹാർമോണിയം വായിക്കുന്ന സമയത്ത് കെൽട്രോൺ ചെയർമാൻ ശ്രീ KPP നമ്പ്യാർ എൻ്റെ അടുത്ത് വന്ന് കൗതുകത്തോടെ ഞാൻ ഹാർമോണിയം വായിക്കുന്നത് ഇന്നും ഞാനത് വളരെ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് എൻ്റെ കലാജീവിതം വീണ്ടും പുനരാരംഭിക്കുന്നത്. അത് വന്ന് പിന്നീട് എനിക്ക് തോന്നി കുറച്ച് സംഗീതം ഇനി പഠിക്കണം. ഈ സമയത്ത് വിവാഹം കഴിഞ്ഞായിരുന്നു? വിവാഹം ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് എനിക്ക് കുറച്ച് സംഗീതം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. പിന്നെ ഇവിടുത്തെ ഒന്ന് രണ്ട് ചെറിയ ഗാനമേളക്കെല്ലാം അങ്ങനെ പോയി തുടങ്ങി. അതോടൊപ്പം നിങ്ങൾ നേരത്തെ ചോദ്യത്തിൻ്റെ ആ ഭാഗമായ കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിയുമ്പോൾ ശരിക്കും എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് പാടാനറിയില്ല എങ്കിലും വളരെയധികം ആസ്വാദകയാണ്, വളരെ നല്ലൊരു ആസ്വാദകയാണ്. അപ്പോൾ അവരെന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ഇങ്ങനെ പഠിക്കണം. അത് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതെ, അങ്ങനെ പഠിക്കണം എന്ന് ചെയ്യണം എന്നുള്ള വൈഫിൻ്റെ നല്ലൊരു പ്രോത്സാഹനം അതിലൂടെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വയലിൻ പഠിച്ചാൽ കൊള്ളാം എന്നുള്ള അതിൽ അങ്ങനെ എബി എന്ന് പറയുന്ന മ്യൂസിക് കോളേജിലൊരു ഗാനപ്പീഠ പഠിക്കുന്ന സാറിൻ്റെ കീഴിൽ വയലിൻ പഠിക്കാൻ പോയി. വയലിൻ പഠിച്ച് ഏകദേശം വർണ്ണയിൽ എത്തുന്ന സമയത്താണ് എനിക്ക് തോന്നി ക്ലാസിക്കൽ സംഗീതം വോക്കൽ കുറച്ചുകൂടി കൈകാര്യം ചെയ്ത് നന്നായിരിക്കും, അതിനെന്താണ് മാർഗം. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഈ ശ്രീ സ്വാതിരുന്നാൾ സംഗീത സഭ കിഴക്കേക്കോട്ട കാത്തിരുന്നാളിൽ വെച്ചിട്ട് ഗാന്ധ്രോ യൂണിവേഴ്സിറ്റി, അഖിലേന്ത്യ മഹാരാഷ്ട്രയിലുള്ളത് അഖിലേന്ത്യ ഗാന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഇവിടെ കോഴ്സ് നടക്കുന്നുണ്ട്. 6 വർഷത്തെ കോഴ്സാണ്. അതിന് ചേർന്ന് നന്നായിരിക്കും. സംഗീത വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റുള്ള കോഴ്സാണ്. അപ്പോൾ അത് ഇവിടെ ക്ലാസ് കൊടുക്കുന്നു. അങ്ങനെ ഇവിടെ വന്ന് 6 വർഷം പഠിച്ചു. ആ പഠിക്കുന്ന സമയത്ത് ഒത്തിരി ഗുരുക്കന്മാരെ കിട്ടി. അതിൽ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരാണ് മദ്രാസ് KH ചെല്ലപ്പ, മ്യൂസിക് കോളേജിലെ പ്രൊഫസറായിരുന്നു. പിന്നെ ഇരണ്യൽ തങ്കപ്പ, ശ്രീ ലക്ഷ്മി നാരായണ ഭാഗവതർ. അതുകൂടാതെ ഞാൻ വളരെയധികം കൂടുതൽ പഠിച്ചത് ആയാങ്കുടി മണി എന്ന് പറയുന്ന പ്രൊഫസർ ആയാങ്കുടി മണി സാറിൻ്റെ കീഴിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സംഗീത പഠനം നല്ല ഫസ്റ്റ് ക്ലാസ്സോടെ അത് ആ സംഗീത വിശാല കോഴ്സ് പാസ്സായി. ഇതെല്ലാം പാസ്സാകുന്ന സമയത്തും എൻ്റെ മനസ്സിലെ ഒരാഗ്രഹമുള്ളത് ഞാൻ നാടകത്തിന് വേണ്ടി ചെയ്ത ആ 2 പാട്ടുകളൊന്ന് റെക്കോർഡ് ചെയ്ത് നല്ല ഇൻസ്ട്രുമെൻ്റെല്ലാം വെച്ച്, കാരണം അന്നത്തെ അമേച്ചർ നാടകത്തിന് ഇൻസ്ട്രുമെൻ്റ് അറിയാമല്ലോ, ഹാർമോണിയം തബലയും ഗിത്താറുമായ അതായി. പക്ഷേ ഇത് നല്ലൊരു പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ അന്ന് മുതലേ പൊട്ടിമുളച്ചു. അങ്ങനെ പൊട്ടിമുളച്ച സമയത്താണ് ഇടയ്ക്ക് ഞാൻ എൻ്റെ സർക്കാർ ജീവനത്തിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്ത് ഞാൻ കെൽട്രോൺ കഴിഞ്ഞു സീഡാക്കിൽ വന്നു. സീഡാക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഫേമാണ്. അപ്പോൾ അന്ന് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ പാട്ടുകൾ ഒന്ന് ചെയ്താൽ എന്താ. അങ്ങനെ ഞാൻ എൻ്റെ നിസര, തിരുവനന്തപുരം നിസര എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ രാജീവ് ഇവിടെ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അപ്പോൾ അങ്ങനെ ആ 2 പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അതിലാദ്യം പാടിയ സന്ധ്യസിന്ദൂരം ചാർത്ത് എന്ന് പാടിയ പാട്ട് എൻ്റെ ആൽബത്തിൽ ഞാൻ തന്നെയാണ് പാടിയത്. ആ പ്രണയമാനസം എന്ന് പറയുന്ന ആൽബമായിരുന്നു അത്. അതിൽ പാടിയിരിക്കുന്നെല്ലാം സുദീപ് കുമാർ, കല്ലറ ഗോവൻ, പന്തളം ബാലൻ, രവിശങ്കർ, സരിത രാജീവ് എന്നിവരാണ്. അപ്പോൾ അത് കഴിയുമ്പോഴേക്ക് തന്നെ 2ാമത്തെ ആൽബം ഇറക്കി. സൂപ്പർ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അമ്പലമായ ആറ്റുകാൽ ദേവി മാണിക്യവർണ്ണം എന്നാണ് ആൽബത്തിൻ്റെ പേര്. ആ മാണിക്യവർണ്ണത്തെ ആൽബത്തിലെ പാട്ടുകളും എല്ലാം പ്രൊഫഷണൽ ഗായകസ് പാടി തന്നെയാണ്. അതുപോലെ ഇവിടെ പറഞ്ഞ ആൽബങ്ങൾക്കെല്ലാം ഗാനരചന നടത്തിയത് വളരെ പ്രഗത്ഭമതികളായ വ്യക്തിത്വങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു അന്തരിച്ച ശ്രീ പെരുമ്പഴ ഗോപാലകൃഷ്ണൻ, പിന്നെ ബിനോയ് വിശ്വം, രാധാകൃഷ്ണൻ കുന്നുംപുറം, ബാപ്പു വാവാട്, എഴുമറ്റൂർ രാജരാജവർമ്മ, ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ്, അജയ് വള്ളിരിപ്പണ, കാര്യവട്ട ശ്രീകണ്ഠൻ നായർ, പള്ളിപ്പുറം പ്രസന്നൻ, ചെമ്മനം ചാക്കോ, തിരുമല ശിവൻകുട്ടി, MK ശ്രീധരൻ, ഗിരീഷ് കാട്ടക്കട, ഡോക്ടർ C ഉദയകല, കാര്യവട്ട ശ്രീകണ്ഠൻ നായർ, അങ്ങനെ നല്ല നല്ല കവികളും വ്യക്തിത്വങ്ങളുമാണ് എനിക്ക് വേണ്ടി ഈ ആൽബത്തിന് വേണ്ടി ഗാനങ്ങൾ രചിച്ചത്. പിന്നീട് അതിന് തുടർച്ചയായിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് പാട്ടുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പം കൃഷ്ണപിള്ളയെ സംബന്ധിച്ച് ഒരു ഗാനം വന്നു. അതിന്ന് യൂട്യൂബിൽ വളരെ പോപ്പുലാരിറ്റിയാണ്. പുള്ളിയെക്കുറിച്ച് അങ്ങനെ ആരും എഴുതിയിട്ടില്ല, ആരും അത് എഴുതിയിട്ടില്ല. അങ്ങനെ അത് രാധാകൃഷ്ണൻ കുന്നുംപുറാണ് രചിച്ചത്. പക്ഷെ എന്തായാലും ഇന്ന് യൂട്യൂബിൽ നന്നായിട്ട്
ജനങ്ങളെ ശ്രവിക്കുന്ന ഒരു ഗാനമാണ് കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ പള്ളിപ്പുറം ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു ആൽബം ഭക്തിഗീതകം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഇറങ്ങി. അതിൽ 5 പാട്ടാണ്. അത് നല്ല ഫേമസ് ആയ ആൾക്കാർ തന്നെയാണ് പാടിയിരിക്കുന്നത്. പിന്നീട് അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി എന്ന് പറഞ്ഞിട്ട് വേൾഡ് പീസ് കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഘടനയുണ്ട്. ആ സംഘടനയ്ക്ക് വേണ്ടി 4 ഗാനങ്ങൾ ചെയ്തു. അതിൽ വെടിയൊച്ചുകളെ വിട പറയൂ എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. അത് എല്ലാവരും പ്രശംസിച്ച ഒരു ഗാനമാണ്. അത് അന്യഭാഷ ചെയ്തു. അതിനൊരു ഹിന്ദി റീമേക്ക് ചെയ്തു. ആ ഹിന്ദി റീമേക്ക് ചെയ്ത് ഡൽഹിയിൽ വെച്ചിട്ട് അത് പ്രകാശനം ചെയ്ത് 2 പ്രഗത്ഭവതികളാണ്. രാജ്യം ബഹുമാനിക്കുന്ന സീതാറാം യെച്ചൂരിയും. സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് D. രാജ. 2 പേരും ചേർന്നുകൊണ്ടാണ് ഈ ആൽബം ഡൽഹിയിൽ വെച്ച് അത് പ്രകാശനകരണം നിർവഹിച്ചത്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷേ വിധിവൈരം എന്ന് പറയട്ടെ, നമ്മുടെ യെച്ചൂരി പങ്കെടുത്ത അവസാന ചടങ്ങ് അതാണ്. എൻ്റെ ആൽബം റിലീസിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് 2-3-4 ദിവസം കഴിഞ്ഞപ്പം പുള്ളി മരണപ്പെടുകയും ചെയ്തു. സാറിൻ്റെ സംഗീതം എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, ചിന്തകളുണ്ട്. പ്രണയം നമുക്ക് എന്തിനോടും പ്രണയം തോന്നാം. ഉദാഹരണത്തിന് നമുക്കൊരു പൂവിനോട് തോന്നാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് തോന്നാം. അങ്ങനെ ഒരുപാട് പ്രണയം അതിൻ്റേതായ ഓരോ വഴികളിലൂടെയാണ് വരുന്നത്. വിപ്ലവവും പ്രണയവും ഒരേ വേദിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? പ്രണയവും വിപ്ലവവും ഒരു നാണയത്തിൻ്റെ 2 വശമാണ്. പ്രണയം വിട്ട് വിപ്ലവമില്ല, വിപ്ലവം വിട്ട് പ്രണയമില്ല. കാരണം അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചൈനയിൽ സഹാക്കൾ യോഗം ചേരാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേരെനിക്ക് അത്ര ഓർമ്മയില്ല, എനിക്ക് വായിച്ചറിവാണ്. അവരിങ്ങനെ കമ്മിറ്റി കൂടാൻ പോകുന്ന സമയത്ത് 2 പ്രണയിതാക്കൾ പരസ്പരം ചുംബിച്ച് നിൽക്കുന്ന കാണുന്നുണ്ട്. അവർ പ്രണയം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കൂടെ വന്ന ആൾക്ക് പറഞ്ഞു, സാർ ഇതെന്ത് കാണിക്കുന്നത്? അത് അപ്പോൾ ഉടനെ നേതാവ് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ, അവർ ശല്യപ്പെടുത്തരുത്, അവർ പ്രണയിക്കട്ടെ, നമുക്ക് മാറി നിൽക്കാം. കാരണം വിപ്ലവത്തിൻ്റെ മുന്നണി നേതാക്കളാണ് യോഗം ചേരാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് ഇവിടെ പ്രണയം നടക്കുന്നത്. അപ്പം ആ നേതാവ് പറഞ്ഞത്, അവർ പ്രണയിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പോയി നമുക്ക് പോവാം. അപ്പോൾ അത് രണ്ടും അഭേദ്യമായൊരു ബന്ധമുണ്ട് ഈ കാര്യത്തിൽ. അതാണ് അതിൻ്റെ അർത്ഥം, പ്രണയം വിപ്ലവവും തമ്മിലുള്ള. സാർ, അതുപോലെ തന്നെ ആൽബങ്ങൾ, ഭക്തിഗാനങ്ങൾ, അതുപോലെ പ്രണയഗാനങ്ങൾ, വിപ്ലവം, അങ്ങനെ ഒത്തിരി ആൽബങ്ങളും സാർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ആൽബങ്ങളൊന്ന് പറയാമോ? അത് നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ പ്രണയ മാനസം, മാണിക്യവർണ്ണം, ശ്രാവണഗീതം, ചിങ്ങപ്പൂങ്കാറ്റ്, പിന്നെ ONV-യെക്കുറിച്ചുള്ള ഒരു ആൽബം, അതുപോലെ തന്നെ ചന്ദ്രയാൻ ആകാശത്തേക്ക് പോയപ്പോൾ ISR ചന്ദ്രയാൻ ഇറക്കിയപ്പോൾ അതിനനുസ്മരിച്ചുകൊണ്ട് ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ അച്ചുവിനെ കുറിച്ചുള്ള ആൽബങ്ങൾ, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. വിപ്ലവഗാനം തന്നെ പലർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റുകാർക്ക് സ്വാഗത സംഘം, CPIയുടെ സംസ്ഥാന കമ്മിറ്റിക്കുള്ള സ്വാഗതഗാനം, AAPൻ്റെ സംസ്ഥാന സമ്മേളനത്തിനുള്ള സ്വാഗതഗാനം, അങ്ങനെ ഒരുപാട് ആൽബം, ഏകദേശം 110ഓളം പാട്ടുകൾ അങ്ങനെ എൻ്റെ സംഗീതത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഈ ഒരു യാത്രയിൽ സാറിന് ഒട്ടേറെ പ്രതിഭകളോടൊപ്പം സഞ്ചരിക്കുവാൻ സാറിന് സാധിച്ചത്, പ്രത്യേകിച്ചും ദേവരായ മാഷോട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് സാർ. ആ ഒരു അനുഭവം ഒന്ന് പറഞ്ഞു. അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു കവിയാണ്. ആ കവിയിലൂടെയാണ് ഞാൻ ദേവരാജ മാഷ് അടുത്തേക്ക് എത്തുന്നത്. കാരണം ദേവരാജ മാഷ് ശക്തിഗാഥ എന്നൊരു കൊയർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഗായകരെ വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ദേവരാജ മാഷ് എത്തുന്നത് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ മുഖാന്തരം ഞാനാണ്. അങ്ങനെ എത്തി ദേവരാജ മാഷ് എൻ്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ ദേവരാജ കാണുമ്പോൾ തന്നെ കാലും കൈയെല്ലാം വിറക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. കാരണം ആദ്യത്തെ ഒരു അനുഭവമാണത്. അപ്പോൾ മാഷ് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരുന്നില്ല. ഇരിക്ക് എന്നുള്ള ആജ്ഞ വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ടൊരു പാട്ട് പാടാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇത് വരച്ചുകൊണ്ട് മാഷിൻ്റെ ഒരു പാട്ടും എനിക്ക് തലയിൽ ഓർമ്മ വരുന്നില്ല. പക്ഷെ നല്ലപോലെ ഓർമ്മയുള്ള ഒരു പാട്ടാണ്. ഞാൻ പെട്ടെന്ന് അത് ഒരു പാട്ട് പാടുകയും ചെയ്തപ്പോൾ ഏതെങ്കിലും ഒന്ന് പാടുക എന്ന് മാഷ് പറഞ്ഞു.
മാഷ് പറഞ്ഞപ്പോൾ മാഷ് ഹാർമോണിയം എടുക്കുന്നു, ഹാർമോണിയം ശ്രുതി പഠിക്കുന്നു. അങ്ങനെ ഞാൻ പാടിയ പാട്ട്, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. ഈ പാട്ട് ഞാൻ ഫുള്ളായിട്ട് പാടിയതിന് ശേഷം പാടാൻ സാധിച്ചോ? അവിടെ ധൈര്യം സംഭരിച്ച് പാടി. അപ്പം പാടിക്കഴിഞ്ഞപ്പോൾ മാഷൊന്ന് മൂളി, എന്നിട്ട് പറഞ്ഞു, നമുക്ക് ശരിയാക്കാനുണ്ട്, മുകളിലെല്ലാം ഉണ്ട്, മുകളിലെല്ലാം ഉണ്ട്, ശരിയാക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മാസ്റ്റർ ഉണ്ടാക്കുന്ന കോറിൽ അങ്ങനെ ഒരാഴ്ച എനിക്ക് പാടാൻ പറ്റി. പക്ഷേ ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരനായതുകൊണ്ടും എൻ്റെ കുടുംബത്തിൻ്റെ പ്രാരബ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ സ്കൂൾ പഠനവും വൈഫിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള വിഷമങ്ങൾ കൊണ്ട് എനിക്ക് മാഷ് പറഞ്ഞ സമയത്തിന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ സ്വയം പിന്മാറുകയാണ്. പിന്നീട് ഞാൻ മാഷുമായിട്ട് ഒരുപാട് നേരം എനിക്ക് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനുമുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മാഷ കൈപിടിച്ച് നടക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവം അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ദേവരായ മാഷുമായിട്ടുള്ള ആ ഒരു ബന്ധം. നിലവിൽ സ്വാതിരുന്നാൾ സംഗീത സഭയുടെ സെക്രട്ടറി കൂടിയാണ് സാർ. അതെ അതെ, അത് ഞാൻ ഏകദേശം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ സംഗീത വിശാരദ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണെന്ന്. അപ്പോൾ അന്ന് പഠിക്കാൻ വരാനുള്ള ഉള്ളിലൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ സംഗീത സഭ നടന്നു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സിന് ഉള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ മെമ്പറല്ല. അപ്പം ഞാൻ കച്ചേരി കേൾക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ എന്നെ അകത്ത് കയറ്റില്ല. അപ്പോൾ അങ്ങനെ 2-3 തവണ എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട് പാസ്സില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു ദേശബോധം എങ്ങനെ ഇതകത്ത് കയറി സംഗീത കച്ചേരി കേൾക്കാം എന്നാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെയാണ് ആ പഠനം ഞാൻ തിരഞ്ഞെടുത്തത്. അത് അന്ന് അങ്ങനെ പാസ്സില്ലാതെ പുറത്താക്കിയ ഒരു വ്യക്തി ഇന്ന് ഈ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ എന്താ തോന്നുന്നു? അത് തോന്നുന്നു പറഞ്ഞാൽ അതും ഒരു ഒരു ഇത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുശേഷം ഇവിടെ പഠിച്ചു, ഇവിടെ മെമ്പറായി പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി 18 കൊല്ലക്കാലം ഞാൻ ഇതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. എനിക്ക് എൻ്റെ പിന്നെ സെക്രട്ടറി ആയിരുന്നത് ശ്രീ കെ എൻ ശ്രീകുമാരൻ. അദ്ദേഹം അന്തരിച്ചു പോയി. അദ്ദേഹം 30 കൊല്ലക്കാലത്തോളം ഇവിടെ സെക്രട്ടറി ആയിരുന്നു. അപ്പം ഞാൻ 18 കൊല്ലം. അപ്പോൾ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് കണ്ണൂരിലേക്കെല്ലാം എൻ്റെ താമസം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സെക്രട്ടറി നിർബന്ധപൂർവ്വം പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ട, ഉള്ള സമയം കിട്ടുമ്പോൾ ഇവിടെ വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു യോഗത്തിന് വേണ്ടി ഞാനിവിടെ എത്തിപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം വരികയും 2 ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇതിൻ്റെ സെക്രട്ടറിയായി അധികാരം ഏറ്റെടുത്തു. 83 വർഷം പഴക്കമുള്ള ഒരു സഭയാണ്. ആ 83 വർഷം പഴക്കമുള്ള ഒരു സഭയുടെ സെക്രട്ടറി ആകുന്നത് അതൊരു നിയോഗമായിരിക്കാം. കണ്ണൂരിൽ പോയാൽ ഞാൻ വീണ്ടും വന്ന് സെക്രട്ടറി ആകുന്നത് അത് നിയോഗമായിരിക്കും. അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇന്ന് ആ സഭയെ നല്ല നില നടത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഏതൊരു കലാകാരൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. അതെ അതെ. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് അറിയാനൊരു ആഗ്രഹം കാണും. ഞാൻ എൻ്റെ അച്ഛൻ ശ്രീ കെ ടി കുമാരൻ XMLA ആണ്, മരിച്ചുപോയി. ഏകദേശം 15 വർഷക്കാലത്തോളം MLA ആയിരുന്നു. അതെ. പക്ഷെ അച്ഛന് ഇതുപോലെ പാട്ടുപാടുമൊന്നുമില്ല, പക്ഷെ നല്ല ആസ്വാദകനാണ്. ഞാൻ ചെറുപ്പത്തിലെ പല ചെറിയ സ്റ്റേജുകളെല്ലാം പോയിട്ട് പാടുമ്പോഴേ അച്ഛൻ അറിഞ്ഞിട്ട് അവിടെ വന്ന് എൻ്റെ പാട്ട് കേൾക്കും. അവസാനം പാട്ട് കഴിയുമ്പോഴാണ് അച്ഛൻ കൈപിടിച്ച് എന്നെ നടത്തുന്നത്. അപ്പോൾ അന്നേ ഞാൻ അച്ഛന് ഒരു പാട്ടിൽ ആസ്വാദകരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ എൻ്റെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ ഒരു തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഒരാളാണ്. അമ്മ ഒരു സാധുപീടി എന്ന് പറയുന്ന ഒരു കണ്ണൂർ അതിൽ ഫാക്ടറി ജീവനക്കാരിയായിരുന്നു. അമ്മ കുടുംബ ഇതുമായിട്ട് വളരെ പ്രാരംഭത്തോടെ ഇന്ന് മാതൃദിനാണ്. അമ്മേനെ പ്രത്യേകം ഓർമ്മിക്കുന്നത് ഞാൻ. കാരണം കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അമ്മ. അപ്പോൾ എൻ്റെ കലാജീവിതത്തിൽ അങ്ങനെ അമ്മക്ക് വലിയൊരു ഇതൊന്നുമില്ല. കാരണം അമ്മ ഈ തിരക്കിന് പിടിച്ച ജീവിതത്തിൽ പാട്ട് കേൾക്കാൻ എന്നാൽ ഞാൻ പാടുമെന്നല്ല നമുക്കറിയാം. അതുപോലെ തന്നെ എൻ്റെ വൈഫ് ഞാൻ നേരത്തെ പറഞ്ഞു, വിനോദിനി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തഹസിൽദാറായിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു. എൻ്റെ ടേണിംഗ് പോയിൻ്റ് എൻ്റെ വൈഫ് തന്നെയായിരുന്നു. ഞാൻ എവിടെ പാടാൻ പോകണം മുമ്പിൽ വന്നിരിക്കും, പാട്ട് കേൾക്കും, ആസ്വദിക്കും. അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യം. അതെ, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ എൻ്റെ മക്കൾ 2 പെൺമക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അപർണ, സുപർണ. ഒരാൾ MTech കാരിയാണ്, മൂത്ത ആൾ. രണ്ടാമത്തെ ആൾ ഹോമിയോ ഡോക്ടറാണ്. 2 പേരും തിരുവനന്തപുരത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ആൾ നല്ല വീണവാദനം നടത്തുന്ന കുട്ടിയാണ്.
അപർണയാണെങ്കിൽ മൂത്ത മകളാണെങ്കിൽ ഇവിടുത്തെ പ്രശസ്തമായ MBS യൂത്ത് കേരള ഗായിക കൂടിയാണ്. അത് ശരി. അങ്ങനെ രണ്ടുപേർക്കും കലയുമായിട്ട് ടച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കുടുംബം. എന്തായാലും സാർ ഒരുപാട് സന്തോഷം. വളരെ തുച്ഛമായ സമയം സാറിനോടൊപ്പം ചിലവഴിക്കാൻ നമുക്ക് സമയം കിട്ടി. പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം സാർ. എന്തായാലും ഈ എളിയ ഒരു കലാകാരനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇത്. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ എന്നെ പങ്കെടുപ്പിച്ചതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കലാനികേതൻ ഓൺലൈൻ അപ്പോൾ അതിൻ്റെ സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളുടെ വിജയം. തീർച്ചയായിട്ടും അല്ലേ? അത്രേ ഉള്ളൂ. നമസ്കാരം.